ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ലത് അല്ല, ഇത് നമുക്ക് കണ്ടു പരിചയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടീനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to a ഫോമിലുള്ളൊരു ഇൻ്റഗ്രേഷൻ ആണല്ലോ. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇൻ്റഗ്രൽ 0 to a ഫോമിൽ ഇൻ്റഗ്രേഷൻ വന്നാൽ എന്ത് ചെയ്യും? റീപ്ലേസിങ് എക്സ് ബൈ a മൈനസ് എക്സ് ചെയ്യണം. റീപ്ലേസിങ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എവിടേക്ക് ഉണ്ടോ, എവിടേക്ക് എക്സ് കാണുന്നുണ്ടോ അവിടേക്ക് എന്തിട്ടെടുക്കണം? എക്സ് കാണുന്നിടത്തെല്ലാം a മൈനസ് എക്സ് അഥവാ π/2 മൈനസ് എക്സ് ഇട്ട് കൊടുക്കണം. എപ്പോഴാണത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ 0 to a വന്നാൽ, ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ. ഇവിടെ a എന്ന് പറഞ്ഞാൽ π/2 ആണല്ലോ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് റീപ്ലേസിങ് എക്സ് ബൈ a മൈനസ് എക്സ് ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ ഐന്ന് ഡിനോട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഈ പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഐ വെച്ച് തുടങ്ങിയാൽ മതി. ഐ = 0 to π/2. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതിയാലോ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതാം. റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ഇതാണ് വേണ്ടത്, ശരിയല്ലേ? ഇതാണ് വേണ്ടത്. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രോപ്പർട്ടിയിലോട്ട് പോകുകയാണ്. എക്സ് കാണുന്നിടത്തെല്ലാം π/2 മൈനസ് എക്സ് എഴുതാൻ പോവാണ്. എക്സ് കാണുന്നിടത്തെല്ലാം എന്തിട്ട് കൊടുക്കുന്നു? π/2 മൈനസ് എക്സ്. കണ്ടില്ലേ? ബാക്കിയുള്ളതൊക്കെ അതേപോലെ, റൂട്ടും സൈനൊക്കെ അതേപോലെ തന്നെ ഇട്ടോ. എക്സ് മാറ്റിയിട്ട് π/2 മൈനസ് എക്സ് ആക്കുന്നു. കണ്ടില്ലേ? എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ π/2 മൈനസ് എക്സ്. കോസ് π/2 മൈനസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ കിട്ടി. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to π/2 പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സും കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സും ആണെന്ന് ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈൻ π/2 മൈനസ് എക്സ് കാണുന്നിടത്ത് കോസ് എഴുതണം. കോസ് π/2 മൈനസ് എക്സ് കാണുന്നിടത്ത് സൈൻ എക്സും എഴുതണം. അപ്പോൾ അത് എഴുതാണ്. റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആയി. റൂട്ട് ഓഫ് എഗെയിൻ സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആയി. കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആയി. ഇത് ഐ അല്ലേ? ഈ ടിക്ക് ചെയ്തത് ഐ ആണല്ലോ. ഈ അവസാനം കിട്ടിയിരിക്കുന്നതും ഐ തന്നെയല്ലേ അല്ലേ? നമ്മളത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇങ്ങനെയാക്കി മാറ്റി. നേരെ ഒന്നും ആലോചിക്കേണ്ട, നേരെ 2i പൊക്കോ. ഐ വെച്ച് തുടങ്ങിയാൽ മിക്കവാറും 2i തന്നെ പോകും നമ്മൾ. അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ 2i പോയിക്കോ. ഫൈനലി കിട്ടുന്ന ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കണമെങ്കിൽ ധൈര്യപ്പെട്ട് 2i പോയിക്കോ. അപ്പോൾ ഈ ടിക്ക് ചെയ്ത രണ്ട് ആൾക്കാരും ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 2i. ടിക്ക് ചെയ്ത രണ്ട് പേർക്കും 0 to π/2 ഉണ്ട്. കോമൺ ആയിട്ട് 0 to π/2 ഇട്ടു. ഈ ടിക്ക് ചെയ്ത രണ്ട് എക്സ്പ്രഷൻസും രണ്ടിനും ഒരേ ഡിനോമിനേറ്ററാണ്. ഇവിടെ റൂട്ട് സൈൻ പ്ലസ് റൂട്ട് കോസ്, ഇവിടെയും റൂട്ട് സൈൻ പ്ലസ് റൂട്ട് കോസ്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ എടുത്ത് എഴുതാം. റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ്. സെയിം ഡിനോമിനേറ്റർ വന്നാൽ ആഡ് ചെയ്യാൻ പറ്റും. കോമൺ ഡിനോമിനേറ്റർ എഴുതി. ഇനി നമ്മൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. റൂട്ട് സൈൻ പ്ലസ് റൂട്ട് കോസ്, റൂട്ട് സൈൻ പ്ലസ് റൂട്ട് കോസ് ഡി എക്സ്. ക്ലിയർ ആയല്ലോ? മുകളിലും താഴെയും റൂട്ട് സൈൻ പ്ലസ് റൂട്ട് കോസ് വെട്ടിപ്പോവില്ലേ? സെയിം തന്നെയല്ലേ മുകളിലും താഴെയും വന്നിരിക്കുന്നത്?
സോ ഇത് 0 to π/2. മുകളിലും താഴെയുള്ള എക്സ്പ്രഷൻസ് വെട്ടിപ്പോയിട്ട് 1 dx കിട്ടും. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. 0 to π/2. എക്സിന് π/2 കൊടുക്കുന്നു, പിന്നെ എക്സിന് 0 കൊടുക്കുന്നു. π/2 ആൻസർ ആയിട്ടില്ല. 2i ആണ് π/2. i എന്തായിരിക്കും? 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ i = π/4.